ഹലോ വെൽക്കം ടു ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട്. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള വീഡിയോയ്ക്ക് ബെല്ലൈക്കൺ നിൽക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. സോ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്തത് NCERT ക്ലാസ് 7 എൻ്റെ ഇംഗ്ലീഷ് ഫസ്റ്റ് ചാപ്റ്ററായ 3 ക്വസ്റ്റ്യൻസിൻ്റെ ഫസ്റ്റ് പാർട്ടായിരുന്നു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് ആരെങ്കിലും കാണാത്തുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടതിന് ശേഷം സെക്കൻഡ് പാർട്ടിലേക്ക് വരാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് കോമ്പിനേഷൻസ് ഒക്കെ മിസ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് ചെയ്തതിന് ശേഷം നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് പോകുന്നതായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വൈ ഡിഡ് ദ കിങ് വാണ്ട് ടു നോ ആൻസേഴ്സ് ടു ദ 3 ക്വസ്റ്റ്യൻസ്? എന്തുകൊണ്ടാണ് രാജാവിന് 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അറിയാൻ ഇത്ര ആകാംക്ഷ? കാരണം എന്താണ്? രാജാവ് വിചാരിച്ചു ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടുകയാണെങ്കിൽ താൻ ഒരിക്കലും തോൽക്കില്ല എന്ന്. അപ്പോൾ അതാണ് അതിനുള്ള ആൻസർ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. മെസ്സഞ്ചേഴ്സ് വെർ സെൻറ്റ് ത്രൂ ഔട്ട് ദ കിങ്ഡം. മെസ്സഞ്ചേഴ്സിന് എന്തിനാണ് രാജാവ് രാജ്യം മുഴുവനും അയച്ചത്? ടു ഫൈൻഡ് ആൻസേഴ്സ് ടു ദ ക്വസ്റ്റ്യൻ. സെക്കൻഡ് ഓപ്ഷനാണ് അതിൻ്റെ ആൻസർ. രാജാവിന് ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് രാജാവ് എന്ത് ചെയ്തത്? മെസ്സഞ്ചേഴ്സിനെ അയച്ചത്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാം. The king turned around and saw a bearded man running towards them. His hands were pressed against his stomach, from which blood was flowing. When he reached the king, he fainted and fell to the ground. അപ്പോൾ രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു താടിക്കാരൻ രാജാവിൻ്റെ അടുത്തേക്ക് ഓടി വരികയായിരുന്നു. പുള്ളിക്കാരൻ്റെ കൈ വയറിൽ നല്ലോണം പ്രസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ചോര ഒഴുകുകയായിരുന്നു. അപ്പോൾ രാജാവിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും എന്ത് പറ്റി? ആ താടിക്കാരൻ പെട്ടെന്ന് തന്നെ തല ഇറങ്ങി നിലത്ത് വീഴുമായിരുന്നു. The king and the hermit removed the man's clothing and found a large wound in his stomach. The king washed and covered it with his handkerchief, but the blood would not stop flowing. The king redressed the wound until at last the bleeding stopped. അപ്പോൾ രാജാവും ഹെർമിറ്റും കൂടി ആ പുള്ളിക്കാരൻ്റെ ക്ലോത്ത് മാറ്റി നോക്കിയപ്പോൾ വലിയൊരു മുറിവ് പുള്ളിക്കാരൻ്റെ വയറിൻ്റെ അവിടെ കണ്ടു. അപ്പോൾ രാജാവ് അത് കഴുകി അതൊരു ഹാൻഡ് കർച്ചീഫ് വെച്ച് കവർ ചെയ്തു. പക്ഷേ ചോര നിന്നില്ലായിരുന്നു. അത് പൊക്കോണ്ടേ ഇരിക്കുമായിരുന്നു ചോര. അപ്പോൾ രാജാവ് ഒന്നും കൂടി ആ ബ്ലീഡിങ് സ്റ്റോപ്പ് ആവണ വരെ രാജാവ് റീഡ്രസ് ചെയ്തുകൊണ്ടേയിരുന്നു. The man felt better and asked for something to drink. The king brought fresh waters and gave it to him. By this time the sun had set and the air was cool. The king with the hermit's help carried the wounded man into the hut and laid him on the bed. The man closed his eyes and lay quiet. The king, tired by his work and the work he had done, lay down on the floor and slept through the night. അപ്പോൾ ആ താടിക്കാരന് കുറച്ച് ആശ്വാസം തോന്നിയപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് വെള്ളം തരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ രാജാവ് കുറച്ച് വെള്ളം കൊടുത്തു. അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ രാജാവും ആ സന്യാസിനെയും കൂടി ഈ താടിക്കാരനെ ആ കുടിലിനുള്ളിൽ കൊണ്ടുപോയിട്ട് അവിടെ ബെഡിൽ കിടത്തി. അപ്പോൾ ആ താടിക്കാരൻ പതിയെ കണ്ണടച്ച് ശാന്തമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ രാജാവും രാവിലെ തൊട്ട് ഈ കുടി കുടിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പോൾ രാജാവ് ഭയങ്കര തളർന്നിരിക്കുക. അപ്പോൾ രാജാവ് ആ ഒരു സൈഡിൽ പോയിട്ട് ഒരു മൂലയ്ക്ക് പോയിട്ട് ആ തറയിൽ കിടന്നുറങ്ങി. ഒരു രാത്രി മൊത്തം കിടന്നുറങ്ങി കേട്ടോ. When he awoke, it was several minutes before he could remember where he was or who the strange bearded man lying on the bed was. അപ്പോൾ എന്തു പറ്റി? രാജാവ് എഴുന്നേറ്റത് ഈ സംഭവങ്ങളെല്ലാം നടന്ന് കുറേ മിനിറ്റിന് ശേഷമാണ് രാജാവ് എഴുന്നേൽക്കുന്നത്. Forgive me, said the bearded man in a weak voice when he saw that the king was awake. അപ്പോൾ രാജാവ് എഴുന്നേച്ചു എന്ന് കണ്ടപ്പോൾ ആ താടിക്കാരൻ എളിയ ശബ്ദത്തിൽ രാജാവിനോട് പറയാണ്, എന്നോട് ക്ഷമിക്കണമെന്ന്. I do not know you and have nothing to forgive you for, said the king. അപ്പോൾ എനിക്ക് നിന്നെ അറിഞ്ഞുകൂടാ, അത് മാത്രമല്ല നിന്നോട് ക്ഷമിക്കത്തക്ക മാത്രം നീ എന്നോടൊന്നും ചെയ്തിട്ടുമില്ല. എന്തുകൊണ്ടാണ് ആ താടിക്കാരൻ അങ്ങനെ പറഞ്ഞതെന്നുള്ളത് അടുത്ത പാരഗ്രാഫിലുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം. You do not know me, but I know you. I am the enemy of yours who swore revenge on you because you put my brother to death and seized my property. I know you had gone along to see the hermit, and I made up my mind to kill you on your way home. But the day passed and you did not return. So I left my hiding place and I came upon your bodyguard, who recognized me and wounded me. I escaped from him, but I should have died if you had not dressed my wounds. I wish to kill you and you have saved my life. Now if I live, I will serve you as your most faithful servant and I will order my sons to do the same. Forgive me. അപ്പോൾ ആ താടിക്കാരൻ പറയാണ്, നിനക്കെന്നെ അറിഞ്ഞൂടാ, പക്ഷേ എനിക്ക് നിന്നെ അറിയാം. ഞാൻ നിൻ്റെ എനിമിയാണ്. ഞാൻ ഓൾറെഡി സത്യപ്രതിജ്ഞ എടുത്തിരിക്കുകയാണ്, നിനക്ക് എതിരെ എന്തായാലും റിവഞ്ച് ചെയ്തിരിക്കും, പ്രതികാരം ചെയ്തിരിക്കുമെന്ന്. ഇതിനുള്ള കാരണം എന്താണ്? ഈ രാജാവ്, അതായത് നീ എൻ്റെ ബ്രദറിനെ
കൊന്നു. അത് മാത്രമല്ല, കൊല്ലുക മാത്രമല്ല, നീ ഞങ്ങളുടെ പ്രോപ്പർട്ടിയും കൂടി അപഹരിച്ചിരിക്കുകയാണ്. എനിക്കറിയാം നീ ഈ സന്യാസിനെ കാണാനായിട്ട് ഒറ്റയ്ക്കാണ് പോയിരിക്കുന്നത്. അപ്പം ഞാൻ നീ തിരിച്ച് വരുമ്പോൾ, നീ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴിയിൽ നിന്നെ കൊല്ലാമെന്നാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും നീ തിരിച്ച് വരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഹൈഡിങ് പ്ലേസ് വിട്ടിട്ട് ഞാൻ നിന്നെ കൊല്ലാൻ വേണ്ടി വരികയായിരുന്നു. അപ്പോഴാണ് നിൻ്റെ ബോഡി ഗാർഡിനെ കണ്ടതും ബോഡി ഗാർഡ് എന്നെ റിക്കഗ്നൈസ് ചെയ്തതും പുള്ളിക്കാരനാണ് എന്നെ മുറിവേൽപ്പിച്ചതും. അപ്പോൾ ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്നത് ഇങ്ങോട്ടാണ്. ഞാൻ മരിച്ചേനെ നീ എൻ്റെ മുറിവുകൾ ഉണക്കിയില്ലായിരുന്നെങ്കിൽ. ഞാൻ നിന്നെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നീ എൻ്റെ ജീവനിപ്പോൾ രക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഞാൻ നിൻ്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു സെർവൻ്റായിട്ട് നിന്നെ സെർവ് ചെയ്തോളാം. അതുമാത്രമല്ല, ഞാൻ എൻ്റെ മക്കളോടും ഇങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ആവശ്യപ്പെടും. എന്നോട് ക്ഷമിക്കണം. The king was very happy to have made peace with his enemy so easily and to have won him over as a friend. He not only forgave him but said he would send his servants and his own doctors to look after him, and he promised to give back the man his property. ഇപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. പെട്ടെന്ന് തന്നെ തൻ്റെ ശത്രുവായിട്ട് ഇത്ര സമാധാനത്തിൽ ഏർപ്പെട്ടിരിക്കുമല്ലേ. അത് മാത്രമല്ല, ഒരു ഫ്രണ്ട് എന്നെയും കൂടി കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ രാജാവ് ഈ താടിക്കാരനോട് ക്ഷമിക്കുക മാത്രമല്ല ചെയ്തത്, ആ താടിക്കാരനെ നോക്കാൻ വേണ്ടി സെർവൻസിനെയും ഡോക്ടേഴ്സിനെയും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ആ പുള്ളിക്കാരൻ്റെ പ്രോപ്പർട്ടി മൊത്തം തിരിച്ചു കൊടുക്കാമെന്നും പ്രോമിസ് ചെയ്തു. Leaving the wounded man, the king went out of the hut and looked around for the hermit. Before going away, he wished once more to get answers to his questions. The hermit was on his knees, sowing seeds in the beds that had been dug the day before. The king went up to the hermit and said, "For the last time, I beg you to answer my questions, wise man." അപ്പോൾ താടിക്കാരൻ പോയി. അപ്പോൾ രാജാവ് ആ കുടിലേക്ക് കയറിയിട്ട് എവിടെയാണ് ആ സന്യാസി ഉള്ളതെന്ന് നോക്കുകയാണ്. കാരണം എന്താണ്, അവസാനം പോണേന് മുമ്പെങ്കിലും ഹെർമിറ്റിനോടൊന്ന് ചോദിച്ച് നോക്കുക, ചിലപ്പോൾ ഉത്തരം കിട്ടിയാലോ എന്ന് ഓർത്ത് പുള്ളിക്കാരൻ നോക്കുവാണ്. അപ്പോൾ നോക്കുമ്പോൾ ഈ സന്യാസി ഇന്നലെ നമ്മൾ കുഴി കുടിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ സന്യാസി, അപ്പോൾ ആ കുഴിയിൽ വിത്ത് വിതച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഈ രാജാവ് എന്നിട്ട് ചോദിച്ചാൽ, ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് യാചിച്ച് ചോദിക്കുവാണ്, ഞാൻ എൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ പറ്റുമോ എന്ന്. അപ്പോൾ എന്താണ് രാജാവ് പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. കിങ് അല്ല, ഹെർമിറ്റ് എന്താണ് ഇതിനുള്ള ഉത്തരം പറഞ്ഞതെന്ന് നമുക്ക് നോക്കാം. "You have already been answered," said the hermit, still bending down to the ground and looking up at the king as he stood before him. അപ്പോൾ പുള്ളിക്കാരൻ, അതായത് ഹെർമിറ്റ്, ആ സന്യാസി തൻ്റെ ജോലി ചെയ്തുകൊണ്ട് തന്നെ രാജാവിനെ നോക്കിയിട്ട് പറയണം, നീ ഓൾറെഡി ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്തി കഴിഞ്ഞിരിക്കുന്നു എന്ന്. അപ്പോൾ രാജാവ് ചോദിക്കുകയാണ്, "How have I been answered? What do you mean?" ഞാൻ എങ്ങനെ ആൻസർ ചെയ്തു? നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? "Do you not see," replied the hermit, "if you had not pitied my weakness yesterday and have not dug these beds for me, you would have gone away. Then the man would have attacked you and you have wished to have stayed with me. So the most important time was when you were digging the beds, and I was the most important man. And to do me good was your most important business. Afterwards, when the man ran to us, the most important time was when you were caring for him, because if you have not dressed his wounds, he would have died without having made peace with you. So he was the most important man, and what you did for him was the most important business." അപ്പോൾ എന്ത് പറഞ്ഞു? ഹെർമിറ്റ് ചോദിക്കുക, നീ കണ്ടില്ലേ, നീ എൻ്റെ വീക്ക്നെസ്, അതായത് എൻ്റെ ദുർബലതയോട് നീ സഹതാപം തോന്നിയില്ലായിരുന്നെങ്കിൽ ഇന്നലെ നീ എനിക്ക് വേണ്ടി കുഴി കുഴിക്കില്ലായിരുന്നു. അതുമാത്രമല്ല, നീ ഉത്തരം കിട്ടാതെ നീ വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. ആ തിരിച്ചു പോണ വഴിയിൽ ആ താടിക്കാരൻ നിന്നെ ആക്രമിക്കുകയും നീ അപ്പോൾ ഇവിടെ ഈ ഹെർമിറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് അങ്ങനെ പറ്റില്ലായിരുന്നല്ലോ എന്ന് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. സോ ഈ സമയമായിരുന്നു, അപ്പോൾ എൻ്റെ കൂടെ കുഴി കുഴിക്കുന്ന സമയമായിരുന്നു നിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. അപ്പോൾ ഞാനായിരുന്നു നിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. എനിക്ക് നല്ലത് ചെയ്യുക എന്നതായിരുന്നു നിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. പിന്നെ ആ ബിയർഡഡ് മാൻ നിൻ്റെ അടുത്തേക്ക് ഓടി വന്നപ്പോൾ അതായിരുന്നു, അവന് ശുശ്രൂഷ ചെയ്യുന്നതായിരുന്നു നിൻ്റെ അപ്പോഴത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം. അവനായിരുന്നു നിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. അവൻ്റെ കാരണം എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയാൻ കാരണം എന്താണ്? പുള്ളിക്കാരന് ഈ വൂണ്ട് വെച്ച് കെട്ടിയില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരൻ മരിച്ചേനെ. എങ്ങനെ മരിച്ചേനെ? ഈ രാജാവുമായിട്ട് സമാധാനത്തിലല്ലാണ്ട് മരിച്ചേനെ.
സോ അതുകൊണ്ടാണ് അത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ആരായിരുന്നു മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ? ഈ ബിയർഡഡ് മാൻ ആയിരുന്നു. അവന് നല്ലത് ചെയ്യുക എന്നതാണ് രാജാവിൻ്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ്. റിമെമ്പർ ദെൻ, there is only one time that is important and that time is now. It is the most important time because it is the only time we have any power to act. അപ്പോൾ ഹെർമിറ്റ് പറയുന്നതാണ്, ഒരു കാര്യം ഓർക്കുക, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം എന്ന് പറയുന്നത് ഇപ്പോഴാണ്. കാരണം ഇപ്പോൾ മാത്രമേ നിനക്ക് എന്തും ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരിക്കലും ഫ്യൂച്ചറിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല, പാസ്റ്റിൽ പോയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രസൻറ്റിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. The most necessary person is the person you are with at a particular moment. ആ സമയത്ത് നിൻ്റെ കൂടെ ആരാണോ ഉള്ളത് അതാണ് നിനക്ക് ഏറ്റവും നെസസറി അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പേഴ്സൺ. For no one knows what will happen in the future and whether we will meet anyone else. ആർക്കും അറിഞ്ഞുകൂടാ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ നീ ആരെങ്കിലും പുതിയൊരാളെ നീ മീറ്റ് ചെയ്യുമോ എന്ന്. The most important business is to do the person good because we were sent into the world for the purpose alone. അപ്പോൾ നിനക്ക് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ബിസിനസ് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തിയോട് നല്ലത് ചെയ്യുക. കാരണം നമ്മളെല്ലാവരും ലോകത്തിലേക്ക് സെൻഡ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. സോ ഈ സ്റ്റോറി എഴുതിയേക്കുന്നത് ലിയോ ടോൾസ്റ്റോയ് ആണ്. സോ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോയ്ക്ക് ബെല്ലൈക്കൺ നിൽക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.